തെരുവുനായ ആക്രമണങ്ങൾക്ക് അറുതിയില്ല എന്നതാണ് യാഥാർത്ഥ്യമാകുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 12 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. കീഴൂർ സ്വദേശികൾക്കാണ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റവർ നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ മീര മനോഹരനോട് ചോദിച്ചറിയാം. മീര, എപ്പോഴായിരുന്നു ഈ തെരുവുനായ ആക്രമണം? ഈ 12 പേർക്ക് കടിയേറ്റു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എത്തരത്തിലാണ് കടിയേറ്റിരിക്കുന്നത്? അവരൊക്കെ ഇപ്പോഴും ചികിത്സയിലാണോ? എന്താണ് വിവരങ്ങളുള്ളത്? സംഗീത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിൽ 12ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. മനസ്സിലാക്കുന്നത് ഈ ഭൂരിഭാഗം ആൾക്കാർക്കും കാലിനാണ് നായയുടെ കടിയേറ്റത്. തിരുവനന്തപുരത്ത് തന്നെ കീഴാർ സ്വദേശികള് ഇവർ നെയ്യാറ്റിൻകരയിൽ എത്തിയായിരുന്നു. കീഴാർ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഒരു നായ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 12 പേരെയും ആക്രമിച്ച് ഓടിപ്പോവുകയായിരുന്നു. ഈ നായയെ കണ്ടെത്താൻ എന്തായാലും സാധിച്ചിട്ടില്ല. നിലവിൽ ഈ കടിയേറ്റ 12 പേരും നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തി പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട്. വാക്സിൻ ഉൾപ്പെടെ കുത്തിവെച്ച ശേഷം ആശുപത്രിയിൽ മടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തെരുവുനായ ശല്യം ഈ ഭാഗത്ത് ദിവസങ്ങളായി ഉണ്ടാകുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ തന്നെ ഒരു നായ 5ഓളം ആൾക്കാരെ കടിച്ചൊരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴും അവിടെ ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത്. എന്തായാലും സർക്കാർ ദയാവധം പോലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും 12 പേർക്കാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ശരി മീര.